ഹലോ എവറി വൺ വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 9. ഇറ്റ്സ് മീ നാഫി. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡ് 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണിത്. ഓണം എക്സാമിന് ഇനി ഏകദേശം ഒരു മാസത്തിനടുത്ത് സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഓണം എക്സാം വരാൻ പോവാണ്. അപ്പോൾ ഈ ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ ആഗ്രഹമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ്, സാമ്പിൾ ക്വസ്റ്റ്യൻസ് തരുമോ, അതായത് ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തരുമെന്ന് പല കുട്ടികളും ചോദിക്കുന്നു. അപ്പോൾ അത് എങ്ങനെ കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനു വേണ്ടി നിങ്ങൾ 3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഏതൊക്കെയാണെന്ന് അറിയുമോ ഇല്ലയോ എന്നുള്ള ആദ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അറിയില്ലെങ്കിൽ നമ്മുടെ എജ്യൂപോഡിൻ്റെ 9ാം ക്ലാസ്സിൻ്റെ യൂട്യൂബ് ചാനൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓണം എക്സാം പോർഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. ഓണം എക്സാമിന് ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ നല്ല ഇൻട്രസ്റ്റോട് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ക്വസ്റ്റ്യൻ വരിക, അത് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം, കണ്ടിരിക്കണം. ആ വീഡിയോ നമ്മുടെ ഓൾറെഡി എജ്യൂപോഡ് 9ാം ക്ലാസ് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഓണം എക്സാമിന് ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് സ്കൂളിൽ എടുത്തു കഴിഞ്ഞു, അത് നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യണേ. രണ്ടാമത് കമൻറ്റ് ചെയ്യണേ, ഓണം എക്സാമിൽ ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു. മൂന്നാമതായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്, സോഷ്യൽ സയൻസിൽ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെയാണ് ഓണം എക്സാമിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എജ്യൂപോഡിൻ്റെ ക്ലാസ് 9 യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 വീഡിയോസിൽ ഈ 2 വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓണം എക്സാമിൻ്റെ പോർഷൻസ് ആണ്, അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണണം. രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് കാണണം, സോഷ്യൽ സയൻസിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് നിങ്ങൾ കാണണം. ഓണം എക്സാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്കറിയാം, 9ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നേടിയാൽ മാത്രമേ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് പാസ്സാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എക്സാമൊക്കെ എഴുതേണ്ടി വരും. അപ്പോൾ ഈ മിനിമം മാർക്ക് നേടണമെങ്കിൽ നമ്മൾ ഓണം എക്സാം നല്ല രീതിയിൽ വൃത്തിക്ക് എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിനായിട്ട് നമുക്ക് എന്താവശ്യമാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമാണ് അല്ലേ. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ കിട്ടും? നിങ്ങൾ സമഗ്രയുടെ വെബ്സൈറ്റിൽ കയറാം. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിളിൽ സമഗ്ര എന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. സമഗ്ര എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് എന്ത്, സമഗ്രയുടെ വെബ്സൈറ്റ്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് സാധനം കാണാം. അതിലിവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സമഗ്ര എന്ന് സെർച്ച് ചെയ്യുന്നു, സമഗ്രയുടെ സൈറ്റിൽ കയറുന്നു. എന്നിട്ട് ഈ ഒരു സിമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യട്ടോ. ഈ ഒരു സിമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ താഴെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ മീഡിയം ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ, നിങ്ങളുടെ ക്ലാസ് ഏതാണ്, സോഷ്യൽ സയൻസ് 1 ആണോ 2 ആണോ, അതിൻ്റെ ചാപ്റ്റർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, അതിൻ്റെ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മീഡിയവും നിങ്ങളുടെ ക്ലാസ്സും സബ്ജക്റ്റും എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 9ാം ക്ലാസ്സിലെ ഓണം എക്സാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മികച്ച മാർക്ക് ഓണം എക്സാമിന് കരസ്ഥമാക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഓണം എക്സാമിന് സോഷ്യൽ സയൻസിൽ 1ാമത്തെ ചാപ്റ്റർ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഫിസിക്സിൽ 1ാമത്തെ ചാപ്റ്റർ പ്രശ്നമാണ്, കെമിസ്ട്രിയിൽ 1ാമത്തെ ചാപ്റ്റർ ടഫാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ, പ്ലേ സ്റ്റോറിൽ കയറുക. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറുക, അല്ലെങ്കിൽ ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ കയറിയിട്ട് എജ്യൂപോഡിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ എല്ലാ സബ്ജക്റ്റിലെയും ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എല്ലാ സബ്ജക്റ്റിലെയും 1ാമത്തെ പാഠം എന്താണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിലെയും 1ാമത്തെ ചാപ്റ്റർ എന്താണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആ ഫ്രീ ആയിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾ കണ്ടിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. അപ്പോൾ ശ്രദ്ധിച്ചല്ലോ എജ്യൂപോഡ് ആപ്പിൽ എല്ലാ സബ്ജക്റ്റിലും 1ാമത്തെ ചാപ്റ്റർ എന്താണ്, ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സമഗ്രയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റും. ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഈ ഒരു സമഗ്ര എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ സർക്കാരിൻ്റെ വെബ്സൈറ്റിലെത്തും. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. എന്ന് പറഞ്ഞാൽ താഴെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിൽ മലയാളം അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് മീഡിയം ഒക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ വേറൊരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് എജ്യൂപോഡ് ക്ലാസ് 9 എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ആർക്കൊക്കെയാണോ 9ാം ക്ലാസ്സിൽ ഓരോ സബ്ജക്റ്റും ടഫായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. ഓണം എക്സാമിന് 9ാം ക്ലാസ്സിൽ ഫുൾ A+ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ വേണം, സ്റ്റഡി ടിപ്പ് വേണമെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചു. അപ്പോൾ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. Bye.